മാന്യപ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 4 ശനിയാഴ്ച. ഇന്നത്തെ സാഅത്തുകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കമൻറ്റിൽ വന്ന ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സാഅത്തുകളെക്കുറിച്ച് പറയാം. സ്ത്രീയുടെ ശബ്ദം ഔറത്തല്ലേ എന്നായിരുന്നു ചോദ്യം. ഷാഫി മദ്ഹബിൻ്റെ പ്രബലമായ ഗ്രന്ഥമാണ് ഫതഹുൽ മുഈൻ. ഫതഹുൽ മുഈനിൽ നിക്കാഹിൻ്റെ ബാബിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വലൈസ മിനൽ ഔറത്തി സൗത്തുൻ, ശബ്ദം ഔറത്തിൽ പെട്ടതല്ല. ഫല യഹ്റുമു സമാഉഹു, അതിനെ കേൾക്കൽ ഹറാമില്ല എന്നും വളരെ വ്യക്തമായി ഷാഫി മദ്ഹബിൻ്റെ ആധികാരിക ഗ്രന്ഥമായ ഫതഹുൽ മുഈനിൽ പറയുന്ന മസ്അല നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ സാഅത്തുകളെക്കുറിച്ച് പറയുകയാണ്. 6:46 മുതൽ 7:44 വരെ സുഹലിൻ്റെ സമയമാണ്. സുഹലിൻ്റെ സമയം ഇന്ന് വളരെ മോശപ്പെട്ട സമയമാണ്. വെറുപ്പുളവാക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഈ സമയം ഉതകുകയുള്ളൂ. 7:44 മുതൽ 8:41 വരെ മുഷ്തരിയുടെ സമയമാണ്. മുഷ്തരിയുടെ ഈ സമയത്ത് പിണങ്ങിയവരെ ഇണക്കാനും ഐക്യപ്പെടുത്താനും അതുപോലെ നല്ല കാര്യങ്ങൾക്കെല്ലാം അഭികാമ്യമാണ്. വളരെ നല്ല സമയമാണ്. എല്ലാ കാര്യവും ആരംഭിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്താം. 8:41 മുതൽ 9:38 വരെ മിർരിയഹിൻ്റെ സമയമാണ്. അതും വളരെ മോശപ്പെട്ട സമയമാണ്. ത്വലാക്ക്, മൊഴി ചൊല്ലുക, വേർപ്പെടുത്തുക, അകലുക പോലെയുള്ള കാര്യങ്ങളാണ് ഈ സമയത്ത് നടക്കുന്നത്. മോശപ്പെട്ട സമയത്തിൻ്റെ കൂട്ടത്തിലാണ് മിർരിയഹിൻ്റെ കാണുന്നത്. 9:38 മുതൽ 10:36 വരെ ഷംസിൻ്റെ സാഅത്താണ്. ഈ സാഅത്ത് ഉത്തമ സമയം അല്ലെങ്കിലും മോശം പറയാൻ പറ്റാത്ത സമയമാണ്. ഭരണാധികാരികളെ സമീപിക്കാൻ എല്ലാം ഉത്തമമായ സമയം ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 10:36 മുതൽ 11:33 വരെ സുഹറയുടെ സമയമാണ്. ഈ സമയം നല്ല സമയമായിട്ടാണ് കണക്കാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉത്തമമാണ്. 11:33 മുതൽ 12:30 വരെ അത്വാരിദ് അക്രമകരമായ കാര്യങ്ങൾക്ക് മാത്രമേ ഈ സമയം പറ്റൂ. നല്ല കാര്യങ്ങൾക്ക് യോജിച്ചതല്ല. 12:30 മുതൽ 1:28 വരെ കമർ ഒരു സാധാരണ സമയമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. എങ്കിലും ആളുകളെ ദൂതന്മാരായി അയക്കാനും അതുപോലെ എന്തെങ്കിലും ദൗത്യങ്ങൾ നിർവഹിക്കാനും പറ്റിയ സമയമായിട്ടാണ് കാണുന്നത്. 1:28 മുതൽ 2:25 വരെ സുഹലിൻ്റെ സമയമായിട്ടാണ്. അത് വളരെ ക്ലേശകരമായിട്ടാണ് ഇന്നത്തെ ദിവസം ഗണിക്കുന്നത്. 2:25 മുതൽ 3:22 വരെ മുഷ്തരിയുടെ സമയം ആണ്. ഏത് നല്ല കാര്യങ്ങൾക്കും നടപ്പിൽ വരുത്താനും തീരുമാനിക്കാനുമൊക്കെ ഉതകുന്ന നല്ലൊരു സമയമാണ്. 3:22 മുതൽ 4:19 വരെ മിർരിയഹ്, ഈ സമയം മോശപ്പെട്ട സമയമാണ്. അതിനുശേഷം 4:19 മുതൽ 5:17 വരെ ഷംസിൻ്റെ സാഅത്താണ്. അധികാരികളെ സമീപിക്കാൻ, ഓഫീസുകളിൽ പോവുക, ജോലി അന്വേഷിക്കുക പോലുള്ള കാര്യങ്ങൾക്ക് നല്ല സമയമായിട്ടാണ് ഷംസിൻ്റെ ഈ സാഅത്ത് കണക്കാക്കുന്നത്. 5:17 മുതൽ 6:14 വരെ സുഹറത്ത്, ഈ സമയത്ത് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അതുപോലെ പരസ്പര സ്നേഹം ഉണ്ടാകാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്യാനുമൊക്കെ വളരെ നല്ല സാഅത്ത് ആണ്. മൊത്തത്തിൽ ഈ സാഅത്ത് എല്ലാ നല്ല കാര്യങ്ങൾക്കും നല്ലതാണ്. ഇത്രയുമാണ് ഇന്നത്തെ സാഅത്തിൻ്റെ ഫലങ്ങൾ. എല്ലാവർക്കും നല്ലത് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു.